Good morning students, welcome to today's class. Today we are discussing about fiber materials. Okay, the following conditions must be satisfied in selecting a material for optical fiber. Fiber materials എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് ഫൈബർ മെറ്റീരിയൽസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഫൈബർ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയൽസിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ താഴെ കൊടുക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു മേക്ക് ലോങ് തിൻ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ്. ഒരു ഫൈബർ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ആ ഒരു മെറ്റീരിയൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റണം, അതുപോലെ തന്നെ അതിന് തിന്നാക്കാൻ പറ്റണം, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ് ആവണം. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഫൈബറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ദ മെറ്റീരിയൽ മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ വേവ് ലെങ്ത് ടു ഗൈഡ് ദ ലൈറ്റ് എഫിഷ്യൻ്റ്ലി. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് പെർട്ടിക്കുലർ വേവ് ലെങ്ത്, ചില ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്തിന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഈ മെറ്റീരിയൽ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഇതിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ലൈറ്റ് ഗൈഡൻസിനും വേണ്ടി എഫക്റ്റീവായിട്ട് ലൈറ്റ് ഗൈഡ് ചെയ്ത് പോകണമെങ്കിൽ ആ ഒരു ഫൈബർ മെറ്റീരിയൽസിന് ട്രാൻസ്പെറൻറ്റ് പ്രോപ്പർട്ടീസ് വേണം. ഓക്കെ, അറ്റ് എ പെർട്ടിക്കുലർ ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്തിൽ അതെന്താവണം, ട്രാൻസ്പെറൻ്റ് ആവണം. അതുപോലെ ദ ലാസ്റ്റ് ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് ഫിസിക്കലി കമ്പാറ്റബിൾ materials with slightly different refractive indices for core cladding is required. Okay, നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബർ മെറ്റീരിയൽസ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കോറും ക്ലാഡിങ്ങും ഉണ്ടാക്കണം. ആ കോറും ക്ലാഡിങ്ങും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, ആ ഒരു മെറ്റീരിയലിനെ സ്ലൈറ്റ്ലി ചേഞ്ചസ് ഡോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കോറിന് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്നുള്ള ഫോമിലോട്ട് മാറ്റണം. സോ ഒരു ഫൈബർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈബേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. ഇതാണ് നമ്മൾ ഒരു ഫൈബർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ആ ഒരു ഫൈബർ നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ, അതായത് ലോങ് ആയിരിക്കണം, തിൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദ സെക്കൻഡ് വൺ, ഒരു ട്രാൻസ്പെറൻറ്റ് ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്തിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആവണം ഇൻ ഓർഡർ ടു ഗൈഡ് ദ ലൈറ്റ് എഫക്റ്റീവ്ലി. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം ഫോർ കോർ ആൻഡ് ക്ലാഡിംഗ്. The material that satisfy the above conditions are glass and plastics. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഗ്ലാസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ് ഒക്കെ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് കൺസിസ്റ്റിംഗ് ഓഫ് സിലിക്ക. ഓക്കെ, മോസ്റ്റ് ഓഫ് ഫൈബേഴ്സ് അതായത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 മെറ്റീരിയലുള്ളത്, ഒന്ന് ഗ്ലാസ്, മറ്റേ പ്ലാസ്റ്റിക്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫൈബേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ തന്നെ നമ്മൾ സിലിക്ക മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് സിലിക്കൺ ഡയോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ വി യൂസ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ആൻഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ വി യൂസ് ഗ്ലാസ് ഫൈബേഴ്സ്. ഓക്കെ, നമ്മൾ അതായത് അറ്റുനേഷൻ കൂടുതലാണ് പ്ലാസ്റ്റിക്കിന്. സോ നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈബേഴ്സുമാണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ഗ്ലാസ് ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഗ്ലാസ് ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഹാവ് ഹയർ അറ്റുനേഷൻ ബട്ട് ദേ ഹാവ് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്. നമ്മൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഹയർ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്, പക്ഷേ അറ്റുനേഷനും കൂടുതലാണ്. ഓക്കെ, അറ്റുനേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യില്ല. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ഫൈബേഴ്സാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫൈബർ മെറ്റീരിയൽസിനെ ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് ഗ്ലാസ് ഫൈബർ. എന്താണ് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന്? ഓക്കെ, ഡിഫറെൻറ്റ് ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്ലാസ് ഫൈബേഴ്സ്. Glass is made by fusing mixture of metal oxides, sulfides or selenides. They have randomly connected molecular network. ഗ്ലാസ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ മെറ്റൽ ഓക്സൈഡ്സ്, അതുപോലെ തന്നെ സൾഫൈഡ്സ്, സെലീനൈഡ്സ്, ഇങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. അവർ ഒരു റാൻഡംലി കണക്റ്റഡ് മോളിക്കുലർ നെറ്റ്വർക്കിലാണ് ഗ്ലാസ് ഫൈബേഴ്സ് കാണുന്നത്. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് ഓക്സൈഡ് ഗ്ലാസസ്. മെയിൻലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ ഓക്സൈഡ് ഗ്ലാസസ് യൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ദ മോസ്റ്റ് കോമൺ ഇൻ സിലിക്ക. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബറാണ് സിലിക്കൺ ഡയോക്സൈഡ്. To produce 2 similar materials with slightly different refractive indices for core and cladding, either fluorine or various oxides are added to silica.
അപ്പോൾ നമ്മൾ സിലിക്ക എന്നുള്ള മെറ്റീരിയലാണ് നമുക്ക് ഗ്ലാസ്സിനും വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോറും ക്ലാഡിങ്ങും ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് വേണം. അപ്പോൾ ആ ഒരു സിലിക്കണ് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡോപ്പിംഗ് ചെയ്താൽ നമുക്ക് രണ്ട് മെറ്റീരിയൽസ് കോറ് ക്ലാഡിങ് വിത്ത് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഉള്ള കോർ ക്ലാഡിങ് നമുക്ക് കിട്ടും. സോ അതിനും വേണ്ടി നമ്മൾ ഡോപ്പിങ്ങിനും വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഫ്ലൂറിനാണ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയസ് ഓക്സൈഡ്സ് ആണ്. ഓക്കെ, ഓക്സൈഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിലിക്കയിലോട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഉള്ള കോർ ആൻഡ് ക്ലാഡിങ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത്. അതായത് ജെർമേനിയം ഓക്സൈഡ്, സിലിക്കം ഓക്സൈഡ്, അതായത് നമ്മൾ കോറ് ക്ലാഡിങ്ങിൽ എങ്ങനെയാണ് സിലിക്കൺ ഓക്സൈഡിനെ ഡോപ്പ് ചെയ്തിട്ട്, ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലാസ് ഫൈബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്ലാസ് ഫൈബേഴ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡാണ്. ഈ സിലിക്കൺ ഡയോക്സൈഡിൽ എങ്ങനെയൊക്കെയാണ് കോറും ക്ലാഡിങ്ങും സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇവിടെ കോറാണെങ്കിൽ നമ്മൾ സിലിക്കൺ ഡയോക്സൈഡിലോട്ട് ജെർമേനിയം ഡയോക്സൈഡ് GeO2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. സോ നമുക്ക് ജെർമേനിയം ഡയോക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡ് കോമ്പിനേഷൻ നമ്മൾ കോറായിട്ടും അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് നമുക്ക് ക്ലാഡിംഗ് ആയിട്ടും എടുക്കാം. കാരണം കമ്പയർ ടു ജെർമേനിയം ഓക്സൈഡ് ആൻഡ് സിലിക്കൺ ഓക്സൈഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഓക്കെ, അതായത് നമ്മൾ സിലിക്കൺ ഓക്സൈഡിലോട്ട് ജെർമേനിയം ഓക്സൈഡ് ഡോപ്പ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഹൈലി ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിലും കിട്ടും, അതുപോലെ തന്നെ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ക്ലാഡിങ്ങിൽ കിട്ടും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് P2O5, ദാറ്റ് ഇസ് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആൻഡ് സിലിക്കം ഓക്സൈഡ് ആയിട്ട് നമ്മൾ കോറ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് മാത്രം ക്ലാഡിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് വൺ സിലിക്കൺ ഡയോക്സൈഡ് മാത്രം കോറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞത് വേണം ക്ലാഡിംഗ് ആക്കി എടുക്കാൻ. അങ്ങനെ ക്ലാഡിങ്ങിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാനും വേണ്ടി, ആ സിലിക്കൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാനും വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ബോറോൺ ട്രയോക്സൈഡ് B2O3 വിത്ത് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കൂടെ B2O3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് കിട്ടും. അത് നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അറ്റ് ദ സെയിം ടൈം GeO2 അതുപോലെ തന്നെ B2O3 അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ്, ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ B2O3 ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. സോ ഇത്രയാണ് കോമ്പിനേഷൻസ് വരുന്നത്. സോ ഈ ഒരു കോമ്പിനേഷൻ പെയേഴ്സ് തന്നെ നമുക്ക് എവിഡൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ സിലിക്കൺ ഡയോക്സൈഡും ഫോസ്ഫറസ് പെൻഡോക്സൈഡും ഈ രണ്ട് എലമെൻസും അല്ലെങ്കിൽ ഈ രണ്ട് മോളിക്യൂൾസ് ആഡ് ചെയ്താൽ, സിലിക്കൺ ഡയോക്സൈഡിലോട്ട് ആഡ് ചെയ്താൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബോറോൺ ട്രയോക്സൈഡ് ആഡ് ചെയ്താൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അഡീഷൻ ഓഫ് ജെർമേനിയം ഓക്സൈഡ് ഓർ P2O5, അതായത് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ഇൻക്രീസസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബട്ട് B2O3 ഡിക്രീസസ് ഇറ്റ്. അതുകൊണ്ടാണ് നമുക്ക് എവിടെയാണോ കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണ്ടത്, അല്ലെങ്കിൽ ക്ലാഡിങ്ങിൽ കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, B2O3 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ഡോപ്പൻ്റ് അഡീഷനും അവർ തമ്മിലുള്ള ആ ഒരു കോൺസെൻട്രേഷനാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലൂറിൻ അതുപോലെ തന്നെ B2O3 ഒക്കെ എന്താ ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറക്കുകയാണ് ചെയ്യുന്നത്. വേറാസ് P2O5 ആൻഡ് GeO2 ഇവർ ജെർമേനിയം ഓക്സൈഡും ഫോസ്ഫറസ് പെൻഡോക്സൈഡൊക്കെ എന്താ ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക ചെയ്യുന്നത്. അതാണ് ഈ ഗ്രാഫിൽ പറയുന്നത് കേട്ടോ. സം അഡ്വാൻറ്റേജ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ്. അപ്പോൾ ഈ ഗ്ലാസ് ഫൈബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ഫൈബേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൈ റെസിസ്റ്റൻസ് ടു ടെമ്പറേച്ചർ ഹൈലി വിത്ത്സ്റ്റാൻഡ് ചെയ്യും. നമ്മൾ ഹയർ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഓൾമോസ്റ്റ് 1000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും ആ ഗ്ലാസ് ഫൈബേഴ്സ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഹൈ റെസിസ്റ്റൻറ്റ് ടു ബ്രേക്കേജ് വളരെ കുറവാണ് ഇൻ കേസ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ്. ദെൻ ദ തേർഡ് വൺ ഈസ് ഗുഡ് കെമിക്കൽ ഡ്യൂറബിൾ ആണ്. ദെൻ ഹൈ ട്രാൻസ്പെറൻസി ഇൻ വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് റൈറ്റ്. നമുക്ക് വേണ്ടത് വിസിബിൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്തിൽ ട്രാൻസ്പെറൻസി അല്ലേ, ഇത് ഹൈ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്, അവരുടെ കോമ്പിനേഷൻസ്. ഗ്ലാസ് ഫൈബേഴ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്ലാസ് ഫൈബേഴ്സ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഫൈബറാണ് ഹാലൈഡ് ഗ്ലാസ് ഫൈബർ. ഹാലൈഡ് യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഹാലൈഡ് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഫൈബേഴ്സ്. ഹാലൈഡ് ഫാമിലിയിൽ വരുന്നതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. ഓക്കെ, ഇത്രയാണ് ഹാലൈഡ് കോമ്പണൻസ് വരിക. ഫ്ലൂറൈഡ് ഗ്ലാസസ് ഹാവ് എക്സ്ട്രീംലി ലോ ട്രാൻസ്മിഷൻ ലോസസ് അറ്റ് മിഡ് ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് 0.2 to 8 മൈക്രോമീറ്റർ. സോ ഫ്ലൂറൈഡ് ഗ്ലാസസ് നമ്മൾ യൂസ് ചെയ്യും, ഫ്ലൂറൈഡ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഫൈബേഴ്സ് യൂസ് ചെയ്യും. കാരണം അതിൽ
ലോ ട്രാൻസ്മിഷൻ ലോസസ് ആണ്. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് ഗ്ലാസ് ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഹാലൈഡ് ഗ്ലാസസ്. ഹാലൈഡ് ഗ്ലാസ്സിലുള്ള ഫാമിലിയിലാണ് ഫ്ലൂറൈഡ് ഗ്ലാസ് ഫോം ചെയ്യുന്നത്. സോ ഓക്കെ, ഹാലൈഡ് ഫാമിലി വരുന്നതാണ് ഫ്ലൂറൈഡ്, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. സോ ഇതിൽ ഫ്ലൂറിനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലൂറൈഡ് ഗ്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ മെറ്റീരിയൽ ഫോംസ് കോറിനും വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ZB-LAN, LAN, ZB-LAN. Z മീൻസ് സിർക്കോണിയം ഫ്ലൂറൈഡ് നമുക്ക് കോറായിട്ട് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് B മീൻസ് ബേരിയം ഫ്ലൂറൈഡ് കോറായിട്ട് യൂസ് ചെയ്യാം. L മീൻസ് ലിഥിയം ഫ്ലൂറൈഡ് കോറായിട്ട് യൂസ് ചെയ്യാം. A മീൻസ് അലൂമിനിയം ഫ്ലൂറൈഡ് കോറായിട്ട് യൂസ് ചെയ്യാം. ഒക്കെ ഫ്ലൂറൈഡിൻ്റെ കോമ്പണൻസ് ആട്ടോ. N മീൻസ് സോഡിയം ഫ്ലൂറൈഡ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാനോ, ക്ലാഡിംഗ് ആയിട്ട് ഈ ഒരു ZB-LAൻ്റെ കൂടെ ZHP-LAN, അതായത് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ റീപ്ലേസിങ് സിർക്കോണിയം ഫ്ലൂറൈഡ് പാർഷ്യലി ബൈ ഹാലിയം ഫ്ലൂറൈഡ്. ഈ സിർക്കോണിയം ഫ്ലൂറൈഡിൻ്റെ ഒരു പാർഷ്യൽ ഫോം ഒഴിവാക്കിയിട്ട് അതിലോട്ട് എന്ത് ആഡ് ചെയ്യാം, ഹാലിയം ഫ്ലൂറൈഡ് ആഡ് ചെയ്യാം. ഇതാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാഡിങ്ങിനും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻസ് നമ്മൾ കോറിനാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഹാലൈഡ് ഗ്ലാസ് ഫൈബേഴ്സ്, അതായത് ഹാലൈഡ് ഗ്രൂപ്പിൽപ്പെട്ട എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗ്ലാസ് ഫൈബേഴ്സിനാണ് ഹാലൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഇൻകോപ്പറേറ്റിംഗ് റെയർ എർത്ത് എലമെൻറ്റ്സ് ഇൻ ടു നോർമലി പാസീവ് ഗ്ലാസ്. ഓക്കെ, പാസീവ് ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസ്സിലോട്ട് എന്താണ് റെയർ എർത്ത് എലമെൻറ്റ്സ്, ഓക്കെ, നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള റെയർ എർത്ത് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. ദ റിസൾട്ടിംഗ് ന്യൂ മെറ്റീരിയൽ ഹാവ് ന്യൂ പ്രോപ്പർട്ടീസ് വിച്ച് അലോ ദ മെറ്റീരിയൽ ടു പെർഫോം ആംപ്ലിഫിക്കേഷൻ, അറ്റനേഷൻ എക്സെട്ര. അപ്പോൾ ഈ ഒരു പുതിയൊരു, അതായത് നമ്മൾ റെയർ എർത്ത് എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ന്യൂ പ്രോപ്പർട്ടീസ് കിട്ടും, ഒരു പുതിയ മെറ്റീരിയൽ കിട്ടും, പുതിയ പ്രോപ്പർട്ടീസ് ഉള്ള, അത് ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ അറ്റനേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ടു കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ് ആർ എർബിയം ആൻഡ് നിയോഡിമിയം. അപ്പോൾ നമുക്ക് റെയർ എർത്ത് എലമെൻറ്റ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെറ്റീരിയൽസാണ് എർബിയും അതുപോലെ തന്നെ നിയോഡിമിയും. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സിൽ വരുന്നത്. ദെൻ ഫോർത്ത് ടൈപ്പ് ഈസ് ചാൽജനൈഡ് അല്ല, ചാൽക്കോജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, ചാൽക്കോജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ്. ദീസ് ഗ്ലാസ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ചാൽക്കജൻ. ഈ ചാൽക്കജനൈസ് ഗ്ലാസ് ഫൈബേഴ്സിൽ ചാൽക്കജൻ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ചാൽക്കോജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ്. ചാൽജനൈഡ് അല്ല, ചാൽക്കോജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ്. അതിൽ അറ്റ്ലീസ്റ്റ് വൺ ചാൽക്കജൻ ഉണ്ടാവും. അപ്പോൾ ഈ ചാൽക്കജൻസ് വന്ന ഏതൊക്കെയാണ്? സൾഫർ, സെലീനിയം, ടെലീനിയം, ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ടാണ് ചാൽക്കജൻ ഫാമിലി. ആൻഡ് വൺ അതർ എലമെൻറ്റ് ലൈക്ക് ഫോസ്ഫറസ്, ഇൻഡിയം, ബ്രോമിയം, ക്ലോറൈഡ് എക്സെട്ര. സോ AsS3, അതായത് ആഴ്സനിക്, ആൻറ്റിമണി ഒക്കെ ഇതിൽപ്പെട്ടാണ്. ആഴ്സനിക് സൾഫൈഡ് ഒക്കെ ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ലോസസ് ഇൻ ദീസ് ഫൈബേഴ്സ് ആർ ഇൻ ദ റേഞ്ച് 1 dB/km. ഇത്രയാണ് ലോസസ് വരുന്നത്. അപ്പോൾ ചാൽക്കജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ചാൽക്കജൻ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സിനെയാണ് ചാൽക്കജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ ഫാമിലിയിലുള്ള എലമെൻറ്റ്സിന് പറയാം സിലിക്കൺ അല്ല, സൾഫർ, സെലീനിയം, ടെലൂറിയം ഒക്കെയാണ് ഈ ഒരു ഫാമിലിയിൽ വരുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, പ്ലാസ്റ്റിക്കിൽ വരുന്നത് നമ്മളിതൊക്കെ ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ആദ്യം ഗ്ലാസ് ഫൈബേഴ്സ് പറഞ്ഞു, പിന്നെ ഗ്ലാസ് ഫൈബേഴ്സ് പറഞ്ഞിട്ട് അതിൽ ഹാലൈഡ് ഗ്ലാസ് ഫൈബർ പറഞ്ഞു, ആക്റ്റീവ് ഗ്ലാസ് ഫൈബർ പറഞ്ഞു, ചാൽക്കോജനൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ദ കോർ ഓഫ് ദീസ് ഫൈബേഴ്സ് ആർ ഐദർ പോളിമിഥൈൽ മെത്താ ആക്രിലേറ്റ് PMMA ഓർ പെർഫ്ലൂറിനേറ്റഡ് പോളിമർ. അപ്പോൾ നമ്മൾ കോറായിട്ട് ഇവിടെ യൂസ് ചെയ്യുക, അതായത് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ പ്ലാസ്റ്റിക് ആയിരിക്കും മെറ്റീരിയൽ. അപ്പോൾ അവിടെ POF എന്നാ പറയാം, പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഈ പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നമ്മൾ കോറായിട്ട് രണ്ട് സംഭവങ്ങളാണ് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ PMMA എന്നാ പറയുക, അതായത് പോളിമിഥൈൽ മെത്താ ആക്രിലേറ്റ്, അല്ലെങ്കിൽ PFP, പെർഫ്ലൂറിനേറ്റഡ് പോളിനോമർ, പെർഫ്ലൂറിനേറ്റഡ്, അതായത് ഫ്ലൂറിൻ ആഡ് ചെയ്തിട്ടുള്ള പോളിമർ, പെർഫ്ലൂറിനേറ്റഡ് പോളിമർ. സോ ദീസ് ഫൈബേഴ്സ് ആർ കാൾഡ് PMMA POF or PFP POF. Okay, they are tough, durable, flexible, but they have greater attenuation than glass fibers. ഈ ഒരു
പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രെങ്തനിങ് ആണ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ടഫാണ്, ഡ്യൂറബിളാണ്, ഫ്ലെക്സിബിളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ അറ്റുനേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും അതുപോലെ ഗ്ലാസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്, that is fiber materials. Okay, thank you.